പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണം എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവജനമേ, അനുഗ്രഹീതമായ ഈ ദിവസം, ഈ സമയം നിങ്ങളോട് കൂടെ ആയിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ കർത്താവ് എന്നെ കൂടെ അനുവദിച്ചിനോർ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ സഭയുടെ ശുശ്രൂഷകൾ വേദ അടിസ്ഥാനത്തിലും വചന അടിസ്ഥാനത്തിലുമാണ്. പ്രിയമുള്ളവരെ, ഈ ഭൗമലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യർ, അതേതു മനുഷ്യനാണെങ്കിലും അഭിമുഖീകരിക്കേണ്ടതായ ചില സത്യങ്ങളുണ്ട്. ആ സത്യത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മരണമെന്ന് പറയുന്നത്. നമുക്കധികം പേർക്കും മരണമെന്നതിനെക്കുറിച്ച് കേൾക്കുവാനോ അല്ലെങ്കിൽ എൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ അവനവന് സാധ്യതയില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല. എന്നാൽ പരിശുദ്ധ സഭ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: ഒരുവൻ ഓർത്തിരിക്കേണ്ട 4 സംഗതികൾ. അതൊന്ന് മരണം, മറ്റൊന്ന് ന്യായവിധി, 3 അഗ്നി നരകം, 4 നിത്യസ്വർഗം. ഈ 4 വിധം സംഗതികളെക്കുറിച്ച് ഒരു വിശ്വാസിയായിരിക്കുന്നവൻ എപ്പോഴും ചിന്തിക്കണം എന്ന് പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ചില ആളുകൾ പറയും, ഇവിടെ തന്നെയാണ് ജീവിതത്തിൻ്റെ മുഴുവനും, ഈ ലോകം ജീവിതം കഴിഞ്ഞാൽ മറ്റൊരു ജീവിതമില്ല, അവിടേക്ക് കടന്നു പോകേണ്ട സാഹചര്യമില്ല എന്ന് ഈ ലോക മനുഷ്യർ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഓർക്കുക, മരണമെന്ന് പറയുന്നത് ഈ ലോകത്തിലെ അവസാനമല്ല, പിന്നെയോ ഇവിടം വിട്ട് ആത്മലോകത്തിലേക്ക് കടന്നു പോകേണ്ടുന്ന ഒരു വാതിൽ മാത്രമാണ്. അമ്മയുടെ ഉദരത്തിലായിരുന്ന ഗർഭലോകത്തിൽ നിന്ന് ജനനം വഴിയായി ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് ഉദരത്തിൽ കിടന്ന കുഞ്ഞുങ്ങളൊരു പക്ഷേ ചിന്തിച്ച് കാണില്ല ഇവിടം വിട്ട് മറ്റൊരു ലോകത്തേക്ക് നമ്മൾ പോകേണ്ടി വരുമെന്ന്. പക്ഷേ അത് സംഭവിച്ചു. അത് സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് നാം ഓരോരുത്തരും മനുഷ്യരായി ഈ ഭൂമിയിലായിരിക്കുന്നത്. എന്നാൽ ആ ഗർഭകാല ലോകത്ത് നിന്ന് ഈ ഭൗമകാല ലോകത്ത് ജീവിതം കഴിഞ്ഞ് ഒരാത്മലോകത്തേക്ക് കടന്നു പോകേണ്ടവരാണെന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ആ ദൈവത്തിൻ്റെ വചനം അനേക പ്രാവശ്യമായി നമ്മെ പഠിപ്പിക്കുകയും പരിശുദ്ധ സഭ ശക്തമായി അതിനെ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, മരണമെന്നത് ഒരു വാതിലാണ്. ഈ ലോകത്തിൽ നിന്ന് ആത്മലോകത്തിലേക്ക് കടന്നു പോകേണ്ട ആ വാതിൽ. പക്ഷേ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന് പോലും ഇന്ന് വരെയും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് മരണം. അത് സ്വാഭാവിക മരണം. അതെപ്പോൾ കടന്നു വരുമെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. കത്തോലിക്ക വിഭാഗത്തിലെ മരണാനന്തര ശുശ്രൂഷയിൽ ഇപ്രകാരം നമുക്കൊരു ഗീതം കേൾക്കുവാനായിട്ട് സാധിക്കും: മരണം വരുമൊരു നാൾ, ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഓർമ്മപ്പെടുത്തുകയാണ്, സകല മനുഷ്യരോടും ഒരു മരണം വരും. ഒരു മരണം വരുന്നൊരു ദിവസമുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഓർക്കുക. ശുദ്ധമുള്ള കൊരിന്ത്യർ 1-ാം ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം ഇപ്രകാരം പറയുകയാണ്: നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രയെന്ന്. ഈ ലോകത്തിൽ മാത്രമാണ് പ്രത്യാശ വയ്ക്കുന്നതെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടനാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചു കൊള്ളണം: കർത്താവേ, ഈ ലോകമല്ല, വരാനിരിക്കുന്ന ലോകത്താണ് എൻ്റെ നിത്യതയെന്ന്.
അവിടെയാണ് നീ എനിക്കൊരുക്കുന്ന ഭവനമെന്ന് ഒരു വിശ്വാസിയായിരിക്കുന്നവർ എപ്പോഴും ഹൃദയത്തിൽ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിക്കുക. എനിക്കൊരു മരണം വരുന്നുണ്ട്, ആ മരണം കടന്നു പോകണം. ആ മരണത്തിൻ്റെ വാതിൽ കടന്ന് ഞാൻ മറ്റൊരു തലത്തിലേക്ക് നീങ്ങേണ്ടതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ മറന്നു പോകാതെ സൂക്ഷിക്കണം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നുവെന്ന് എബ്രായലേഖനത്തിലൂടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ അതിൻ്റെ 9:27 നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് മരണവും ന്യായവിധിയും മനുഷ്യനെ സംബന്ധിച്ച് അത് നിയമമായി നിൽക്കുന്നതാണ്. അതിന് തെറ്റിയൊഴിയുവാൻ ഒരാൾക്ക് പോലും സാധിക്കത്തില്ല പ്രിയമുള്ളവരെ. പക്ഷേ മരണം വഴി ഒന്നും അവസാനിക്കുന്നില്ല, അതൊരു തുടർച്ച മാത്രമാണ്. ഈ മരണമെന്ന് കഴിഞ്ഞ് ഈ ലോകം വിട്ട് അടുത്ത ലോകത്തേക്ക് കടന്നു പോകുമ്പോൾ, ആത്മലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയും അനേക കാലത്തെ ഒരു ജീവിതമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു കൊള്ളണം. ഒന്നുകിൽ സന്തോഷത്തിൻ്റേതായ നിത്യവാസസ്ഥലമായ നിത്യസ്വർഗം, അല്ലെങ്കിൽ നിത്യയാതനയുടേതായ നിത്യ നരകത്തിൻ്റെ അതായ ആ അനുഭവം. രണ്ടാണെങ്കിലും അത് തുടർച്ചയായി അഭുങ്കരമായി തുടരുന്നതാണ്. അതുകൊണ്ട് ആ ആത്മലോകത്തിൽ നിത്യദണ്ഡനമേൽക്കാനല്ല, നിത്യമായ സന്തോഷം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ. അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് ഈ ഭൂമിയിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ഓർക്കുക, അതിനു വേണ്ടിയുള്ളതായ പരീക്ഷകൾ ഈ ഭൂമി ജീവിതത്തിൽ തന്നെ നടക്കുകയാണ് പ്രിയമുള്ള. നമ്മുടെ ജീവിതത്തിൽ ഈ മരണം വഴിയായി മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ന്യായവിധിയുടെ നടുവിലേക്ക് കടന്നു പോകേണ്ട ഒരു കാലമുണ്ട്. പക്ഷേ ഓർക്കുക, ആ കാലത്തിലേക്കുള്ള ഒരുക്കമാകണം നമ്മുടെ ഭൗമ ലോകത്തെ ജീവിതം. ഇവിടെ നമ്മൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കണം. അപ്പോൾ ഈ ലോകത്തിൽ മനുഷ്യനായി ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനും, ദൈവസന്നിധിയിൽ കർത്താവിന് പ്രിയം തോന്നുമാറ് ജീവിക്കുവാനും, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുവാനും, കർത്താവിനെ സ്തുതിച്ച് ജീവിക്കുവാനും, കർത്താവിൻ്റെ വചനത്തിൽ ചേർന്ന് ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. കർത്താവിനെ ആരാധിപ്പാൻ നമുക്ക് സാധിക്കണം. അവൻ്റെ ശരീരങ്ങളിൽ പങ്കാളികളാകുവാൻ നമുക്ക് സാധിക്കണം. കുംഭസാരത്തിലൂടെ പാപങ്ങൾ ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കണം. കർത്താവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകപ്പെടുവാൻ നമുക്ക് സാധിക്കണം. ആ വിധത്തിൽ ആത്മീയമായ ഒരു ശുശ്രൂഷ തികയ്ക്കുമ്പോൾ മാത്രമാണ് കർത്താവിൻ്റെ ആ കരുണയോടും കൃപയോടും ചേർത്ത് വെച്ച് നിത്യരാജ്യത്തിൻ്റെ സന്തോഷ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഓർത്തുകൊള്ളുക. മരണത്തിൻ്റെ ദൂതൻ ഏതു സമയത്ത് കടന്നു വന്നാലും എപ്പോൾ കടന്നു വന്നാലും അത് ഒറ്റയ്ക്ക് വ്യക്തിപരമായി നേരിടണം. അതിന് കൂട്ട് നിൽക്കുവാൻ ആരും ഉണ്ടാകത്തില്ല, ആരും ചുറ്റുപാടും ഉണ്ടാകത്തില്ല. അതെപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. പ്രിയമുള്ളവരെ, മരണാനന്ത ശുശ്രൂഷയിൽ ഒരു ഗീതത്തിൽ നമ്മൾ ഇപ്രകാരം ചേർന്ന് പാടുന്നുണ്ട്: മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോൾ ചുറ്റും പാർത്തേൻ തുണ ചെയ്യുവാൻ വന്നില്ലാരും. ഞാൻ ചുറ്റും പരിഭ്രമിച്ചൊന്ന് നോക്കി, മരണത്തിൻ്റെ ദൂതൻ എന്നെ വിളിപ്പാൻ എൻ്റെ അടുക്കൽ വന്നപ്പോൾ ഞാനൊന്ന് ചുറ്റുപാടും നോക്കി, തുണ ചെയ്യുവാൻ ആരും വന്നില്ല, സഹായിപ്പാൻ ഒരു മനുഷ്യൻ പോലും വന്നില്ല. പ്രിയമുള്ളവരെ, മരണത്തെ നമ്മൾ ഒറ്റയ്ക്ക് നേരിടണം. അതിന് കൂട്ടുപിടിക്കാൻ ആരും വരത്തില്ല, കൂടെ നിന്നവർ ആരും വരത്തില്ല, സഹായിയായവരാരും കൂടെ വരത്തില്ല, ബന്ധുജനങ്ങൾ ആരും വരത്തില്ല, സ്വന്തം ജനങ്ങൾ ആരും വരത്തില്ല. മരണത്തിൻ്റെ സമയത്ത് വ്യക്തിപരമായി തന്നെ മരണദൂതൻ്റെ വിളി കേട്ട് കടന്നു പോകേണ്ടവരാണ് നമ്മൾ. ഓർത്തുകൊള്ളുക, കത്തോലിക്ക സഭയിൽ ഇപ്രകാരം പാടുന്നത് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും: മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. എൻ്റെ മരണത്തിൻ്റെ സന്ദേശവും കൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ സുറിയാനി സഭ ശക്തമായി കുറച്ചുകൂടെ വിശദമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മരണാനന്തര ശുശ്രൂഷയിൽ ഇപ്രകാരം ഈ മരണപ്പെട്ട ആത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന, നമ്മെ ബോധ്യപ്പെടുത്തുന്ന ചില സംഗതികളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മരണാനന്തര ശുശ്രൂഷ സംബന്ധിക്കുമ്പോഴെല്ലാം ഒരു പക്ഷേ ആത്മാവ് ശരീരത്തോട് പറയുന്നത്, ശരീരം ആത്മാവോട് പറയുന്നത്, അല്ലെങ്കിൽ ശരീരവും ആത്മാവും നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതും ഓർമ്മപ്പെടുത്തുന്നതുമായ
ആത്മാർത്ഥമായ സംഗതികളാണ് പ്രാർത്ഥനകളിലൂടെ, ഗീതങ്ങളിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ആത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, പറഞ്ഞ് ധരിപ്പിക്കുകയാണ് എൻ്റെ മരണത്തിൻ്റെ സമയത്ത്, മരണ നേരത്ത് സംഭവിച്ചത് എന്താണെന്ന്. ഇപ്രകാരം പാട്ടിലൂടെ പിതാക്കന്മാർ നമ്മെ പാടി പഠിപ്പിക്കുകയാ. ഹേ മൃതികതരേ മൃതിദൂതൻ വന്നെത്തി, വേഗം പോകാൻ അവനെന്നെ ധൃതി കൂട്ടി. പ്രിയമുള്ളവരെ, ഈ ആത്മാവ് നമ്മെ വിളിച്ച് ഓർമ്മപ്പെടുത്തുകയാ. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയുമോ, ഈ മരണദൂതൻ വന്നിട്ട് എന്താ സംഭവിച്ചെന്ന് അറിയാമോ? ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ എൻ്റെ വേല തികച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജോലി സ്ഥലത്തായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നടക്കുകയായിരുന്നു, ഞാൻ ഓടുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കസേരയിൽ ഇരിക്കുകയായിരുന്നു. അവിധം ഏത് വിധത്തിലിരുന്നെങ്കിൽ പോലും ദൈവത്തിൻ്റെ ദൂതൻ വന്ന സമയത്ത് എന്നോട് വേഗത്തിൽ പോകാമെന്ന് പറഞ്ഞ് എന്നെ ധൃതി കൂട്ടുകയായിരുന്നു. പിന്നെ നിൽക്കാൻ അവൻ സമ്മതിച്ചില്ല, ഒരു നിമിഷം കളയാൻ സമ്മതിച്ചില്ല. വന്ന പട പറഞ്ഞു, നമുക്ക് മടങ്ങിപ്പോകാം, എൻ്റെ സമയം ഇവിടെ തീരുകയാണെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ മാനുഷികമായ അവസ്ഥയിൽ നിന്നുകൊണ്ട്, ബാലിശികമായ ചിന്തയിൽ നിന്നുകൊണ്ട് ആ ദൈവദൂതനോട് ചില അഭ്യർത്ഥന നടത്തി നോക്കി. ഞാനൊന്ന് പറഞ്ഞു, പരിചിതരേ കണ്ടിടാനവരോ ധനുവാദം ഞാൻ അഭ്യർത്ഥിച്ചേൻ. ഞാൻ എൻ്റെ വേണ്ടപ്പെട്ടവരോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട്, എൻ്റെ ഭാര്യയോട്, എൻ്റെ ഭർത്താവിനോട്, എൻ്റെ മക്കളോട്, എൻ്റെ മാതാപിതാക്കളോട് ഒരു അനുവാദം ചോദിച്ചിട്ട് ഞാനൊന്ന് വരാം, അതുവരെ ഒന്ന് നിൽക്കുമോ, അതുവരെ ഒന്ന് താമസിക്കുമോ എന്ന് ഞാനൊന്ന് ചിന്തിച്ച് ഈ ദൈവദൂതനോട് പറഞ്ഞുപോയി. പക്ഷേ എൻ്റെ യാചനയും കോഴകളും കൈക്കൊണ്ടില്ലവനയ്യോ. എൻ്റെ യാചനയെ അവൻ കേട്ടില്ല പ്രിയമുള്ളവരെ, എൻ്റെ യാചനയെ അവൻ കേട്ടില്ല പ്രിയമുള്ളവരെ. അവസാനം ഞാൻ കോഴ പോലും കൊടുക്കാമെന്ന് പറഞ്ഞു നോക്കി, അതുപോലും കേൾക്കാൻ വന്ന ദൈവദൂതൻ തയ്യാറായില്ല. വന്നപാടെ അവൻ മടക്കി വിളിച്ചുകൊണ്ട് നമ്മെ കൊണ്ടുപോകാൻ തത്രപ്പെടുകയായിരുന്നു. പ്രിയമുള്ളവരെ, ബാന്ധവരെ കാണാനൽപ്പം നിൽക്കണമെന്നഭ്യർത്ഥിച്ചേൻ, കേട്ടില്ലൻ വാക്യം ദൂതൻ, കൈക്കൊണ്ടില്ലൻ കൈക്കൂലി. ഞാൻ പറഞ്ഞു നോക്കി, എൻ്റെ സ്വന്തക്കാരെ ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ, ഞാനൊന്ന് പറഞ്ഞിട്ട് വരട്ടെ, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളൊന്ന് മാറാൻ പോകുകയാ, കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനം ഒന്ന് വരാൻ പോകുകയാ, ഞാനൊന്ന് കണ്ടിട്ട് വരുന്നോടം വരെ എന്നൊരു അല്പം സമയം തരുമോ എന്ന് ഞാൻ ദൈവദൂതനോട് പറഞ്ഞു നോക്കി. പക്ഷേ അവൻ നിൽക്കാൻ എന്നെ സമ്മതിച്ചില്ല, അവനെ മടക്കി വിളിക്കുക തന്നെ ചെയ്തു. പ്രിയമുള്ളവരെ, ഓർക്കുക, ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വന്ന് നമ്മെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ നമുക്ക് നേരമില്ല, നിൽക്കാൻ നമുക്ക് സമയമില്ല, അത് പോയേ പറ്റൂ. അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം പ്രിയമുള്ളവരെ, അത് പോയേ പറ്റൂ. നമ്മുടെ മനസ്സിലിരിക്കട്ടെ, നമ്മുടെ ചിന്തയിലിരിക്കട്ടെ, ഏത് സമയത്തും മടങ്ങിപ്പോകണം എന്ന ഘട്ടത്തിൽ നിൽക്കുന്ന നാം ഓരോരുത്തരും ഓർത്തുകൊള്ളുക. എൻ്റെ ജീവിതം കൊണ്ട്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ശീലം കൊണ്ട്, അതെൻ്റെ ക്രമം കൊണ്ട്, അതിൻ്റെ ശൈലി കൊണ്ട്, ദൈവബന്ധം കൊണ്ട്, അതിലൂടെയാണ് ഒരു ന്യായവിധിയെ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ഒരു ദോഷത്തിന് കാരണമാകാതിരിക്കാൻ തക്കവണ്ണം കർത്താവിന് കൊള്ളാവുന്ന വിധത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ. അതിന് കൊള്ളാവുന്ന വിധത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഇപ്രകാരം പറയുകയാണ്, മരണശേഷം എവിടേക്കാണ് ഈ ആത്മാവ് കടന്നു പോകുന്നതെന്ന്. സഭാപ്രസംഗ പുസ്തകം അതിൻ്റെ 12-ാം അധ്യായം 7-ാം വാക്യം പ്രകാരം പറയുന്നു, പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. പ്രിയമുള്ളവരെ, നാം എല്ലാവരും മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവരാ. ആദമിനെ സൃഷ്ടിച്ച ഏദം സോയിലെ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട് സൃഷ്ടിച്ചതായ ആദമിൽ നിന്നെടുത്ത് നിർമ്മിച്ചതായ ഹവ്വ, അവിടെ ആദ്യ മാതാപിതാക്കന്മാരിൽ നിന്ന് പുറപ്പെട്ടു വന്ന മാനുഷികമായ മനുഷ്യൻ്റെ സന്തതി പരമ്പരകളെല്ലാം തന്നെ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവരാണ്.
പറഞ്ഞിട്ടുണ്ട്, മരണത്തോടുകൂടെ ഇത് മണ്ണിലേക്ക് തന്നെ തിരികെ ചേരേണ്ടതാണ്. അതുകൊണ്ടാണ് ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗ പുസ്തകത്തിലൂടെ പറയുന്നു, പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിന് നൽകിയ ദൈവത്തെങ്കിലെ അടുക്കലേക്ക് മടങ്ങിപ്പോകുമെന്ന്. പ്രിയമുള്ളവരെ, ആത്മാവ് ദൈവസന്നിധിയിലേക്ക് കടന്നു പോവുകയാണ്, ആത്മാവ് ആത്മലോകത്തേക്ക് കടന്നു പോവുകയാണ്. ആ പോകുന്ന പോക്ക് പ്രിയമുള്ളവരെ ഒരു ന്യായവിധിയുടെ മുഖത്തേക്കാണ് കടന്നു പോകുന്നത് എന്ന് ചിന്തിച്ചു കൊള്ളുക. പ്രിയമുള്ളവരെ, ഓരോ മനുഷ്യരും ഓരോ മരണാനന്തര ശുശ്രൂഷയിൽ നിന്ന് സംബന്ധിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ചൊല്ലുന്ന പ്രാർത്ഥനയിലൂടെ, അവിടെ ചൊല്ലുന്ന ഗീതത്തിലൂടെ എന്നോട് ദൈവാത്മാവ് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. അനേക കാര്യങ്ങൾ ദൈവാത്മാവ് നമ്മോട് പറഞ്ഞ് തരുന്നുണ്ട്, ചില ബോധ്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഈ ലോകത്തിൽ വ്യർത്ഥമായ ധനസമ്പാദ്യ മാർഗങ്ങൾ, ധനസമ്പാദ്യ നേട്ടങ്ങൾ ഒന്നും നിത്യ ജീവിതത്തിലേക്ക് ഉപകരിക്കുന്നതല്ലെന്ന്, നമ്മളുണ്ടാക്കിയ സ്ഥാനങ്ങൾ, നമ്മുടെ അഭിവൃദ്ധി, ഈ ലോകത്തിൽ നേടിയതായ നേട്ടങ്ങൾ അതെല്ലാം മരണകവാടത്തിൻ്റെ ഇപ്പുറം വച്ചിട്ട് പോകണമെന്ന് പ്രിയമുള്ളവരെ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, എന്നാൽ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്ന ആത്മാവ് ശരീരത്തോട് പറഞ്ഞു പോകുന്ന ചില സംഗതികളുണ്ട്. ഈ ആത്മാവ് ശരീരത്തെ ബോധ്യപ്പെടുത്തിയിട്ട് പോകുന്ന ചില സംഗതികളുണ്ട്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ് പ്രിയമുള്ളവനെ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. ഞാൻ ഈ ലോക ജീവിതത്തിൽ ആയിരുന്ന കാലത്ത്, നിന്നോട് കൂടെ ചേർന്നിരുന്ന കാലത്ത്, നമ്മൾ ഒന്ന് ചേർന്ന് ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുടെ ഫലവുമായി, രേഖപ്പെടുത്തിയ കണക്കുമായി, അതിൻ്റെ കണക്ക് പുസ്തകവുമായി ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. ഇങ്ങനെ ഈ ആത്മാവ് ശരീരത്തോട് പറയുന്നു, ഗാത്രത്തോടാത്മാ ഓതുന്നു സസമാധാനം, പ്രിയ സഹജ മരുവുക നീ. ഗാത്രത്തോട് ആത്മാവ് പറയുകയാ, ശരീരത്തോട് ആത്മാവ് പറയുകയാ, പ്രിയ സഹജ, പ്രിയ സഹോദര, ഇതുവരെ എൻ്റെ കൂടെ ഇരുന്ന പ്രിയമുള്ളവനെ, നീ ഇവിടെ സമാധാനത്തോടെ ആയിരിക്കുക. പോകുന്നേൻ നിന്നരികെ നീ നേരം, നിൻ്റെ അടുക്കൽ നിന്ന് ഞാൻ ഇപ്പോൾ പോവുകയാ. എവിടേക്ക്? നിഖിലേശൻ കൽപ്പിക്കും സ്ഥാനത്തിൽ, ഉടയതമ്പുരാൻ കൽപ്പിക്കുന്ന ആ സ്ഥാനത്തേക്ക് ഞാൻ പോവുകയാ. പക്ഷേ ഒരു പ്രത്യാശയുടെ ശബ്ദം ഈ ആത്മാവ് ഈ ശരീരത്തോട് പറയുന്നത് പരിശുദ്ധ സഭ ശക്തമായി നമ്മെ പഠിപ്പിക്കുക. കർത്താവിൽ ഞാൻ ആശിക്കുന്നുണ്ട് ധാനത്തിൽ നിന്നെ കാണാൻ വീണ്ടും. കർത്താവിൽ ഞാൻ ആശിക്കുന്നുണ്ട്, കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവിൽ ഞാൻ കൊതിക്കുന്നുണ്ട്. ഉത്ഥാനത്തിൻ്റെ ദിവസത്തിൽ നിന്നെ കാണാമെന്ന്, നിന്നെ വീണ്ടും കാണാമെന്ന്. പ്രിയമുള്ളവരെ, ആത്മാവ് ശരീരത്തോട് ബോധ്യപ്പെടുത്തുന്ന ആ രംഗം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. കർത്താവ് താൻ ഗംഭീരനാദത്തോടുകൂടെ തൻ്റെ രണ്ടാമത്തെ വരവിന് കടന്നു വരുമ്പോൾ, കർത്താവിൽ മരിച്ച മൃതന്മാർ ഉയർക്കുന്ന കൂട്ടത്തിൽ, മുന്നമേ ഉയർക്കുന്ന കൂട്ടത്തിൽ ഈ ആത്മാവ് ശരീരത്തോട് കൂടെ ഉയർക്കുന്ന വിധത്തിലേക്ക് പരിശുദ്ധ സഭ നമുക്ക് ആവശ്യമായ ബോധ്യങ്ങൾ തരികയാണ്. ഈ ആത്മാവ് തുടർന്നു പോകുന്നതിനെക്കുറിച്ച് മരണാനന്തര ശുശ്രൂഷ ഭവനങ്ങൾ സമാപിക്കുമ്പോൾ, ദേവാലയത്തിലേക്ക് വിലാപയാത്ര കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ സെമിത്തേരിയിലേക്ക് വിലാപയാത്ര കടന്നു പോകുമ്പോൾ ഇപ്രകാരം ചൊല്ലുന്നതായിട്ട് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. പോകുന്നേൻ നൽകാൻ എൻ്റെ കണക്കെല്ലാം സർവരഹസ്യ വിധീശന്തൻ തിരുസന്നിധിയിൽ. പ്രിയമുള്ളവരെ, ഈ ആത്മാവ് പറഞ്ഞിട്ട് പോവുകയാണ്, ഞാൻ എൻ്റെ കണക്ക് കൊടുക്കാൻ പോവുകയാണ്, ഞാൻ എൻ്റെ കണക്ക് കൊടുക്കാൻ പോവുകയാണ്. ഈ ലോക ജീവിതത്തിലായിരുന്ന കാലത്ത് ഞാൻ ചെയ്തെടുത്ത പ്രവർത്തനങ്ങളുടെ ഫലം, ഞാൻ ചെയ്തെടുത്ത പ്രവർത്തനങ്ങളുടെ കണക്ക് അത് ദൈവസന്നിധിയിലെ ബോധിപ്പിക്കാൻ പോവുകയാണ്. ആരെ? സകല രഹസ്യങ്ങളും അറിയുന്ന എൻ്റെ ഉടയവൻ്റെ മുമ്പാകെ ന്യായാധിപതിയായി ന്യായവിധിക്ക് വേണ്ടി ന്യായാസനത്തിലിരിക്കുന്ന കർത്താവിൻ്റെ മുമ്പാകെ ഞാൻ എൻ്റെ കണക്ക് കൊടുക്കാൻ പോവുകയാണെന്ന് ഈ ആത്മാവ് നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ ഓർത്തുകൊള്ളുക, അടുത്ത നിമിഷം, അല്ലെങ്കിൽ അടുത്ത സമയം, അല്ലെങ്കിൽ അടുത്ത ദിവസം, ഒരു ദിവസം നീയും ഈ
വഴിയിലൂടെ തന്നെ കടന്നു പോകണം. ഇതേ കണക്ക് കൊടുപ്പിനായി ദൈവസന്നിധിയിലേക്ക്, ഇതേ ന്യായാസനത്തിന് മുമ്പാകേക്ക് കടന്നു പോകേണ്ട ഒരു ദിവസമുണ്ടെന്ന് ചിന്തിക്കുവാനായിട്ട് പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയാകണം നമ്മുടെ ഈ ശുശ്രൂഷയുടെ സംബന്ധവും ദൈവവചന കേൾവിയും നമുക്ക് ഉപകരിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ സന്ധ്യാപ്രാർത്ഥന സമയങ്ങളിൽ, നിത്യപ്രാർത്ഥനാക്രമം, പെരുന്നാൾ ശുശ്രൂഷകളിൽ ഒരു ഗീതം നമ്മൾ ഇപ്രകാരം പാടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഭീകരമാം ഗ്രന്ഥത്തിന്നും നിന്നുടെ നീതി എൻ പിഴ പ്രഖ്യാപിക്കുമ്പോൾ നിൻ കൃപ ദയ ചെയ്യുക. പ്രിയമുള്ളവരെ ഓർക്കുക, ആ ഗീതം ആരംഭിക്കുമ്പോൾ തന്നെ ഒരു ന്യായവിധിയുടെ സന്ദർഭമാണ് അവിടെ വരച്ചു കാണിക്കുന്നത്. ഒരു ന്യായവിധിയുടെ സാഹചര്യമാണ് അവിടെ വരച്ചു കാണിക്കുന്നത്. നാഥാമുഖപക്ഷം തെല്ലും നിൻ വിധി നേരത്തില്ലാത്തതിനാൽ ഈ പാപി ഖേദിക്കുന്നേറ്റം. ന്യായവിധിയുടെ ദിവസത്തിൽ നീ മുഖപക്ഷമില്ലാത്തതിനെ ഓർത്ത് ഈ പാപി ഖേദിക്കുകയാണ്. പ്രിയമുള്ളവനെ, ദൈവമായ കർത്താവേ, അവിടുന്ന് മുഖപക്ഷം കാണിക്കുന്നവനല്ലല്ലോ. നീ മുഖപക്ഷം കാണിക്കുന്ന, നീ കരുണ ചെരിയുന്ന, നീ കരുണാമയനായിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അത് ഈ ഭൗമ ലോകത്തിലെ എൻ്റെ ജീവിത കാലഘട്ടത്തിലായിരുന്നു. ഒരുപക്ഷെ ഞാനന്ന് വിളിച്ചില്ല, ഞാൻ നിന്നെ ഗൗനിച്ചില്ല, ഞാൻ നിനക്ക് മഹത്വം തന്നില്ല, ഞാൻ നിന്നെ സ്തുതിച്ചില്ല, അങ്ങനെ കടന്നുപോയതാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഓർക്കുക, ഇവിടെയാണ്, ഈ ലോക ജീവിതത്തിലാണ് അതിനെല്ലാം സാധ്യത എന്ന് പറയുന്നത്. ഇവിടം വിട്ടപ്പുറം കടന്നാൽ പിന്നെ അതിൻ്റെ ഒരു സാധ്യത കുറവാണ്. കർത്താവ് ന്യായവിധിയുടെ മുമ്പ്, ന്യായവിധിക്ക് വേണ്ടി ന്യായവിധിയുടെ സിംഹാസനത്തിലേക്ക് കടന്നെത്തി വരുമ്പോൾ ഭീകരമാകുന്ന ഗ്രന്ഥമെടുത്ത് തുറക്കും. ആ ഗ്രന്ഥത്തിൽ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന പേജ് തുറന്ന് ഓരോന്നോരോന്ന് അക്കമിട്ട് പരിശോധിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കരുണ നമ്മോടുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ജീവിതം നമുക്ക് ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. അതിലേക്ക് ആകണം പ്രിയപ്പെട്ടവർ ഈ ജീവിതത്തിൽ നമ്മുടെ ക്രമീകരണം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ തല താഴ്ത്തി നിൽക്കുന്ന വിധത്തിലേക്ക് ഒരു ജീവിതത്തിന് നമ്മൾ ഒരുങ്ങരുതേ. തല താഴ്ത്തി നിൽക്കുന്ന വിധത്തിലേക്ക് ഒരു ജീവിതം നമ്മൾ ഒരുങ്ങരുത്. കർത്താവിൻ്റെ കൃപ ലഭിപ്പാൻ തക്കവണ്ണം, കർത്താവിൻ്റെ അനുഗ്രഹം ലഭിപ്പാൻ തക്കവണ്ണം, അവൻ്റെ കൃപാവായ്പിന് പാത്രമാകുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഈ ഭൗമ ലോകത്തിൽ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, അതിനുള്ള ഒരുക്കമാകണം നമ്മുടെ ജീവിതത്തിൽ. മരണാനന്തര ശുശ്രൂഷയിൽ കടന്നു ചെന്ന് നിൽക്കുമ്പോൾ മരണപ്പെട്ട് കടന്നു പോകുന്ന ആത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില ഉത്തരവാദിത്തങ്ങൾ കൂടെയുണ്ട്. ആദ്യം കണക്ക് ബോധിപ്പിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞ ആത്മാവ് പിന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെന്ന് പറയുന്നതൊന്ന് പ്രാർത്ഥനയിൽ മേൽമേൽ എന്നെ ഓർപ്പീൻ. പ്രിയപ്പെട്ടവരെ, ഓർമ്മപ്പെടുത്തുകയാണ്, പ്രിയപ്പെട്ടവരെ ബോധ്യപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ മറക്കരുത് കേട്ടോ, എന്നെ കൂടെ ഓർക്കണം കേട്ടോ, എന്നെ മറന്നിടാൻ ഇടയാകരുതെന്ന്, എന്നെ മറക്കരുത് കേട്ടോ എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ പ്രിയമുള്ളവരെ, കടന്നു പോകുന്ന ഓരോ വിശ്വാസിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ബാധ്യത കൂടെ നമുക്കുണ്ട് എന്ന് ഓർത്തുകൊള്ളുക. നമ്മുടെ ഓരോ ജീവിതത്തിലും നമ്മൾ അനേകം പേർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് അതവർക്ക് എളുപ്പമായി തീരും, ആത്മാക്കൾക്ക് എളുപ്പമായി തീരുമെന്ന് പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുകയാണ്. ദേവാലയത്തിലെ ശുശ്രൂഷ കഴിഞ്ഞ് വിലാപയാത്രയായി സെമിത്തേരിയിലെ എത്തി, ആ സെമിത്തേരിയിലെ ആ ഒരുക്കപ്പെട്ട കല്ലറയിലേക്ക് ഈ ശരീരം ഇറക്കുന്ന സമയത്ത് ചേർന്നു പാടുന്ന ഒരു ഗീതത്തിൽ ഒരു പ്രത്യാശയുടെ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. ഈ ആത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തി സമാധാനത്തോടെ പറഞ്ഞറിയിക്കുന്ന ഒരു രംഗമുണ്ട്. അതിപ്രകാരം വളരെ മനോഹരമായ ഒരു ഗീതത്തിലൂടെ പിതാക്കന്മാർ നമ്മെ ചൊല്ലി പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ആത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ശുഭമൊടു പോവിൻ, വാതിലടച്ചിടുവിൻ, കർത്താവ് വരും, വാതിൽ തുറന്നു തരും.
ഈ ആത്മാവ് അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവരോട്, തൻ്റെ ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, മാതാപിതാക്കളോട്, സ്വന്തം ജനങ്ങളോട്, ബന്ധുമിത്രാദികളോട്, ചർച്ചക്കാരോടൊക്കെയും ഇപ്രകാരം പറയുക: എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ശുഭമോട് പോയിക്കൊള്ളുക, നിങ്ങൾ സമാധാനത്തോടെ പോയിക്കൊള്ളുക, നിങ്ങൾ സന്തോഷത്തോടെ പോയിക്കൊള്ളുക, കരച്ചിൽ മതി, കണ്ണുനീര് തുടച്ച് മടങ്ങിപ്പോയിക്കൊള്ളുക. എൻ്റെ കർത്താവ് വരുന്നൊരു ദിവസമുണ്ട്, എൻ്റെ കർത്താവ് എഴുന്നള്ളി വരുന്നൊരു ദിവസമുണ്ട്. അന്ന് എൻ്റെ കർത്താവ് വരും. നിങ്ങൾ അടച്ചിട്ട് പോകുന്ന ഈ വാതിൽ അവൻ തുറന്നു തരും, നിങ്ങൾ മൂടിയിട്ട് പോകുന്ന ഈ കുഴി അവൻ തുറന്നു തരും, ഈ അടച്ചിട്ട് പോകുന്ന ഈ കല്ലറ അവൻ തുറന്നു തരും. എൻ്റെ കർത്താവ് എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന ഒരു പ്രത്യാശയുടെ ശബ്ദം, പ്രിയമുള്ളവരെ, ഈ ആത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ ആ പ്രത്യാശയുടെ ശബ്ദം ഈ ആത്മാവിനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് നിർത്തുന്ന വിധത്തിലാണ് നമുക്ക് ചേർന്ന് വിശ്വസിക്കാം. അതിനു വേണ്ടിയാകണം നമ്മുടെ ഓരോ ജീവിത അനുഭവങ്ങളിലും പാപത്തിൻ്റെ കെട്ടുമാനത്തിലൂടെ കടന്നുപോയി ദൈവത്തെ അറിയാതെ, ആരാധനയില്ലാതെ, വചന കേൾവിയില്ലാതെ, കുംഭസാരമില്ലാതെ, വിശുദ്ധ കുർബാന അനുഭവമില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നു പോകുന്നത് അത്ര ശുഭകരമല്ല, അത്ര സുഖകരമല്ല. കാരണം ഇതെല്ലാം ഇവിടെ തീരുന്നതാണ്. ഈ പാപവഴികളും ഈ എല്ലാം ഇവിടെ തീരും. മദ്യപാനം ഇവിടം കൊണ്ട് അവസാനിക്കും, സകലം ഇവിടെ തീരും. പക്ഷേ ഇവിടെ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ആത്മലോകത്ത് ചെന്നതിന് ശേഷമായിരിക്കും. അവിടെ ദോഷത്തിൻ്റെ അനുഭവത്തിലേക്കല്ല, കഷ്ടതയുടെ അനുഭവത്തിലേക്കല്ല, യാതനയുടെ അനുഭവത്തിലേക്കല്ല, തകർച്ചയുടെ അനുഭവത്തിലേക്കല്ല, നിത്യദണ്ഡനത്തിൻ്റെ അനുഭവത്തിൽ കടന്നു പോകാനല്ല. പിന്നെയോ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന ജീവദായകമായ ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധിക്കണം. ലോകാരംഭങ്ങൾക്ക് മുമ്പ് നിനക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യം അവകാശമാക്കിക്കൊള്ളുവീനെന്ന ജീവദായകമായ ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനാകണം നമ്മുടെ ഭൗമലോകത്തെ ജീവിതത്തിൻ്റെ ക്രമീകരണം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം പ്രിയമുള്ളവരെ. മരണം വരുന്നൊരു ദിവസമുണ്ട്, അതിനുള്ളിൽ ഒരുക്കം പൂർത്തിയാകണം. കർത്താവിന് നമ്മുടെ പ്രിയമുണ്ടാകുവാൻ തക്കവണ്ണം അവനോട് ചേർന്ന് നിൽക്കാൻ മനസ്സുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കാം. പ്രാർത്ഥനയാലും ഉപവാസത്താലും നോമ്പാലും അവൻ്റെ സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും, കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കും, നിത്യരാജ്യത്തിൻ്റെ അവകാശത്തിലേക്ക് നമ്മെ ചേർത്ത് നിർത്തും. അതിനുവേണ്ടി നമുക്ക് ചേർന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കാം, തലവണങ്ങാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ കർത്താവെ, അനുഗ്രഹകരമായ നല്ല ദിവസത്തിനായി, നല്ല സമയത്തിനായി അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്കൊരു മരണമുണ്ട്, അത് ഏതൊരു മനുഷ്യനും ഈ ലോകത്ത് മാറ്റിവെക്കാൻ പറ്റാത്ത സംഗതിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുമ്പോൾ തന്നെ ആ മരണം എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ആരും അറിയുന്നില്ലല്ലോ കർത്താവെ. എന്നാൽ ആ മരണത്തിൻ്റെ ദൂതനെ അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നതിന് മുൻപ് മനസ്സാന്തരപ്പെടുവാൻ, നിന്നോട് ചേർന്ന് നിൽക്കുവാൻ, നിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കുവാൻ, നിൻ്റെ മാർവോട് ചേർന്ന് വരുവാൻ, നിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി ഒന്ന് ശുദ്ധീകരിക്കപ്പെടുവാൻ, ഒരു കുംഭസാരത്തിൻ്റെ അനുഭവത്തിലൂടെ എൻ്റെ പാപങ്ങളെ മുഴുവനായി ഏറ്റുപറയുവാൻ, അവിടുന്ന് നൽകുന്ന ജീവൻ്റെ അപ്പം തിരുശരീരങ്ങൾ അനുഭവിക്കുവാൻ അടിയങ്ങളെ അർഹരാക്കണമേ. നിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. വാഴ്വുകൾ അനുഗ്രഹിക്കണമേ. നിത്യരാജ്യത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് കടന്നു വരുവാൻ, ന്യായവിധിയുടെ ദിവസങ്ങളിൽ, ആ സമയങ്ങളിൽ അവിടെ നിന്ന് ഒരുക്കുന്ന നിത്യഭവനത്തിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയതിന് തമ്പുരാനെ പറ്റിയ അമ്മയുടെയും സ്ഥലശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനോട് യേശുവിൻ നാമത്തിൽ അടിയങ്ങൾ ചോദിക്കുന്നു. സ്വർഗ്ഗസ്ഥ പിതാവേ, കേട്ട് ഉത്തരമെല്ലുമാറാകണമേ. ആമീൻ. Maria.